സി ശങ്കരൻ നായർ അധ്യക്ഷനായ അമരാവതി സമ്മേളനം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1897. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1911. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം ആർ ബാലാജി റാവു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1931. ജയപ്രകാശ് നാരായൺ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1976. കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിച്ച രണ്ടാമത്തെ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. 1882 പശു സംരക്ഷണത്തിനായി ഗോരക്ഷിണി സംഘടന ആരംഭിച്ചത് ആരാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ലാഹോർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം BN ഥാർ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ജോൺ നിക്കോൾസൺ. ആനി ബെസന്റ് INCയുടെ അധ്യക്ഷയായ വർഷം ഏതാണ്? ഉത്തരം 1917. ജയപ്രകാശ് നാരായണൻ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപിച്ച വർഷം? ഉത്തരം 1976. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം കോൺവാലിസ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. റിച്ചാർഡ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം 1798 മുതൽ 1805 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് എന്നായിരുന്നു? ഉത്തരം 1915 ജനുവരി 9. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം മേയോ പ്രഭു. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്?
ഉത്തരം മദർ തെരേസ. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം? ഉത്തരം 1860. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം സി ജീന രാജദാസ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1932. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിൽ? ഉത്തരം അഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം? ഉത്തരം 1942. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദി ഏതാണ്? ഉത്തരം ലാഹോർ. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധിജി. ദി സ്റ്റോറി ഓഫ് മൈ ഡിസർട്ടേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1950 മാർച്ച് 15. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നായിരുന്നു? ഉത്തരം 1940 ജൂലൈ 31. എന്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1918. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം? ഉത്തരം 1868. താഴെ പറയുന്നവയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജാതി, വർഗം, നിറം, ദേശവ്യത്യാസമില്ലാതെ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ആശയം. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു.
ബോംബെ ക്രോണിക്കിൾ എന്ന ഇംഗ്ലീഷ് പത്രം ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1910. ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം സത്താറ. താഴെ പറയുന്നവയിൽ ഏത് നിയമത്തെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കാക്കൂരി ട്രെയിൻ കവർച്ച നടന്ന വർഷം? ഉത്തരം 1925. പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9.